ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ തിരുവോണവും കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒത്തുകൂടലുകളുടെയും ഒക്കെ ദിവസങ്ങളായിരുന്നു അല്ലേ? പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും ആർപ്പുവിളികളുടെയും ഒരു ഓണക്കാലം. ഇനി അവിട്ടം നാളിലെ വിശേഷങ്ങൾ പറയാല്ലേ. ഇന്ന് 3-ാം ഓണമല്ലേ? ഇന്നത്തെ ദിവസവും സദ്യപ്രധാനം തന്നെയാണ്. നിങ്ങൾ ആറന്മുള വള്ളംകളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധമാണ് കേട്ടോ. പിന്നെ വള്ളസദ്യയുമുണ്ടേ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് വള്ളസദ്യ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ വള്ളസദ്യ ജൂലൈ 19 ആരംഭിച്ച് അടുത്ത മാസം 16-ാം തീയതി അവസാനിക്കും. വള്ളംകളിയും വള്ളസദ്യയുമൊക്കെയായിട്ട് അവിടെ നല്ല തിരക്കാണേ. പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ ആറന്മുള സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലാണ് ഈ ആഘോഷങ്ങൾ അവിടെ നടക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നോർത്ത് കേരളയിലൊക്കെ ഓണസദ്യക്ക് നോൺ വെജും സെർവ് ചെയ്യും കേട്ടോ. ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ ചിലർ ബിരിയാണി തന്നെ ഓണത്തിന് സെർവ് ചെയ്യാറുണ്ട് കേട്ടോ. നോൺ വെജിൻ്റെ കൂടെ നമ്മൾ സാധാരണ വിളമ്പുന്ന കറികളും കാണുവേ. അങ്ങനെ സദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു വെറൈറ്റി നെയ്മീൻ ഫിഷ് ഫ്രൈ ആണേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നോർത്ത് കേരളയിൽ മീൻ പൊരിച്ചതെന്നല്ലേ പറയുന്നത്. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും മാരിനേഷനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നാലും ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണേ. നെമ്മീൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നല്ലതുപോലെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മിക്സ് പ്രിപ്പയർ ചെയ്യുവാണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് സ്വല്പം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുകയാണ്. ഗ്രേറ്റഡ് കോക്കനട്ട് ആയാലും മതി കേട്ടോ. ഒരു 3 തരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ച് ഫ്രഷ് കറി ലീവ്സ്, ഒരു വലിയ വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, 3-4 കാന്താരി മുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. എരിവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണേ. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, സ്വല്പം വിനാഗിരി, പിന്നെ ഒരു നുള്ള് കായം പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അതിനാവശ്യമായ സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 250 ഗ്രാംസ് ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണേ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. ഈ മിക്സിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 1 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണേ. ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുത്ത കൂട്ടത്തിൽ റവ ആഡ് ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ അതങ്ങ് പേസ്റ്റ് ആയി പോവും. ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും കോട്ടിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് റവ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ അരപ്പ് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാമേ. അരപ്പിന് ആവശ്യത്തിന് എരിവും ഉപ്പുമെല്ലാം ഉണ്ടോ എന്ന് റവ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണേ. എല്ലാം പാകമാക്കിയിട്ട് വേണം മീൻ പുരട്ടി വെക്കാനായിട്ട്. നമ്മൾ സാധാരണയായിട്ടേ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കായം, ഉലുവ, പിന്നെ റവ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ടോ? ഈ രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുവേ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്തൂടെ? ഫിഷ് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിനിമം ഒരു 1/2 hour നമുക്ക് മാറ്റി വെക്കാം. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ കൂടുതൽ സമയം മാറ്റി വെക്കുന്നവര് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. ഒരു വൈഡ് ആയിട്ടുള്ള ഫ്രൈയിങ് പാൻ ആണേ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാവുമ്പം വളരെ കുറച്ച് എണ്ണ മതിയാകും. ഓയിലൊട്ടും വേസ്റ്റ് ആവത്തില്ല. ഫ്രൈയിങ്ങിന് ആവശ്യമായ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടെണ്ണയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഫിഷ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എണ്ണ ധാരാളം മതിയാവും. ഒരു ട്രിപ്പിൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഒട്ടും എരിവില്ലാന്ന്. കാന്താരി മുളകും കുരുമുളകും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല സ്പൈസിയാണ് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് കളയരുത്. അത് വെച്ചൊരു സൂത്രമുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണേ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. തേങ്ങയും കുഞ്ഞുള്ളിയും റവയും എല്ലാം കോട്ടിങ്ങിലുള്ളത് കാരണം പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോവേ. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്. സാവധാനം കുറച്ച് സമയമെടുത്ത് വേണം ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ഓവർ ചെയ്ത് 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ മൊരിഞ്ഞിട്ടേ നല്ലൊരു ഫ്രേഗ്രൻസ് വരും കേട്ടോ. പല പ്രാവശ്യം ഫ്ലിപ്പ് ഓവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച്
ഫിഷ് അധികം അങ്ങ് ക്രിസ്പി ആയി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നോക്കിയേ, പാകത്തിന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ലേ? ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞേച്ചെടുക്കണേ. നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്നാലും ഈ കോട്ടിങ്ങിൽ ചിലപ്പം എണ്ണ കുറച്ച് കൂടുതൽ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. മീനെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടേ. ഈ ഓയിലിലേക്ക് നമുക്ക് ബാക്കി വന്ന ആ മിക്സില്ലേ, അതൊന്നിട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണേ എണ്ണയിലേക്ക് അരപ്പിട്ട് കൊടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പേസ്റ്റും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നോക്കിയേ, അരപ്പ് നന്നായിട്ട് മുരിഞ്ഞ് കളർ ചേഞ്ചായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടില്ലേ? ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ അരപ്പില്ലേ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത മീൻ്റെ കൂടെ ഈ മുരിഞ്ഞ അരപ്പും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഓണസദ്യക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ അല്ലേ ഇത്? എൻ്റെ ഈ ഫിഷ് ഫ്രൈ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.